വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു. കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു. ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ്, കരുളായി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം തുടങ്ങുന്ന നാളെ പ്രിയങ്ക ഗാന്ധി വയനാട് എംപിയായി സത്യപ്രതിജ്ഞ ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമായിരിക്കും പ്രിയങ്ക ആദ്യം ഉന്നയിക്കുന്ന വിഷയമെന്ന് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പറഞ്ഞു. പ്രിയങ്ക മലയാള പഠനവും പതിയെ ആരംഭിച്ചതായാണ് വിവരം. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 4,10,931 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കന്നി അംഗത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചത്. വയനാട്ടിൽ 2024 രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ലഭിച്ച ഭൂരിപക്ഷം മറികടന്നുകൊണ്ടാണ് ജയം. ഭൂരിപക്ഷത്തിൽ പാതിയും സമ്മാനിച്ചത് മലപ്പുറത്തെ 3 നിയമസഭാ മണ്ഡലങ്ങളാണ്. വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് മണ്ഡലങ്ങളിലായി 2,02,612 വോട്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം. വണ്ടൂർ 73,276, നിലമ്പൂർ 65,132, ഏറനാട് 64,204 എന്നിങ്ങനെയാണ് ഭൂരിപക്ഷ കണക്ക്. അതേസമയം ജനങ്ങളുമായി നേരിട്ട് സംസാരിക്കാനും നിവേദനങ്ങൾ വായിക്കുമ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാനും സാധിക്കുന്ന രീതിയിൽ മലയാളം പഠിക്കാനും പ്രിയങ്ക തീരുമാനിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി വയനാട്ടിലെത്തിയത് മുതൽ ഓരോ ദിവസവും UDF പ്രവർത്തകരോട് സംസാരിച്ച് ഒരു മലയാള വാക്കെങ്കിലും പഠിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിക്ക് മലയാളം പഠിക്കാൻ ഒരു അധ്യാപികയെ നിയമിക്കണമെന്ന നിർദ്ദേശം തലമുതിർന്ന നേതാവ് തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഇറ്റാലിയൻ എന്നീ ഭാഷകൾ പ്രിയങ്കയ്ക്ക് വഴങ്ങും. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി വയനാട്ടിലെ പള്ളിക്കുന്ന് പള്ളി സന്ദർശിച്ചപ്പോൾ ഫ്രഞ്ചിലും ഇറ്റാലിയനിലുമാണ് വൈദികരോട് സംസാരിച്ചത്. തമിഴും ഏറെക്കുറെ പറയാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. Teddy Baby Diaper and Pants made for Indian baby body type.